ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ 12ാമത്തെ സബഖ്. റിവായാത്തു ഹദീസി മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസ. ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത റാവികളും അതിന്റെ റിപ്പോർട്ടകന്മാരും റിവായത്തുകളൊക്കെ ചർച്ച. ഈ ഹദീസിന്റെ സാധ്യം എന്റെ സമുദായത്തിന്റെ മേൽ 40 ഹദീസ് ആരെങ്കിലും ഇസ്ലാക്കിയാൽ എന്ന ഇതാണിപ്പോ ഹെഡിങ് കൊടുത്തത്. ആ ഹെഡിങ് കൊടുത്തിട്ട് അവിടെ മുസന്നിഫ് വിശദീകരിക്കുന്ന അമ്മാ ബഅദു. അതിന്റെ ശേഷം ഫഖദ് റവൈന, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നഖൽ ചെയ്ത് ഉദ്ധരിച്ചു. അൻ അലി ഇബ്നു അബി ത്വാലിബ് വ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വ മുആദ് ഇബ്നു ജബൽ വ അബി ദർദാ وابن عمر وابن عباس وانس بن مالك وابي هريره وابي سعيد الخدري رضي الله عنهم എന്നിവരെ തൊട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിൻ തുറഖിൻ കസീറാത്തിൻ, ഒരുപാട് വഴികളിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ബിറിവായാത്തിൻ മുതനവ്വിആത്തിൻ, പല ഇനങ്ങളായ നിവേദനങ്ങളുമായി കൊണ്ടാണ് പല വഴികളിലൂടെ ഈ മഹാന്മാരെ തൊട്ട് മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസ എന്ന ഹദീസിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്താണ് ഇതിനെല്ലാം കൂട്ടി വായിച്ചു വന്ന പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസൻ മിൻ അംരി ദീനിഹാ ബഅസഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി ബി സുംറത്തിൽ ഫുഖഹാഇ വൽ ഉലമാഇ. എന്റെ സമുദായത്തിന്റെ ദീനിന്റെ കാര്യത്തിൽ നിന്ന് 40ഓളം ഹദീസ് ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ അവന് നാളെ പാരത്രിക ലോകത്ത് അന്ത്യദിനത്തിൽ ഉലമാക്കളുടെയും ഫുഖഹാക്കളുടെയും കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു തആല യാത്രയാക്കുമെന്ന് ഒരു ഹദീസ്. അതൊരു നിവേദനം, ഒരു ഇനത്തിന്. വഫീ റിവായത്തിൻ ബഅസഹുല്ലാഹു തആല ഫഖീഹൻ അലീമൻ. ഈ പറയുന്ന മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസൻ മിൻ അംരി ദീനിഹാ എന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു റിപ്പോർട്ടിലൂടെ ഇനം വന്നത് ബഅസഹുല്ലാഹു തആല ഫഖീഹൻ ആലിമ, കർമ്മശാസ്ത്ര പണ്ഡിതനും വിദഗ്ധ പണ്ഡിതനുമായി അള്ളാഹുവിനെ യാത്രയാക്കും എന്ന്. വഫീ റിവായത്തി അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു നിവേദനത്തിൽ കാണുക, വകുൻതു ലഹു യൗമൽ ഖിയാമത്തി ഷാഫിഅൻ വ ഷഹീദാ. ഇങ്ങനെയൊക്കെ വന്നാൽ അവസാനം അന്ത്യനാൾ ഞാൻ അവൻ ഷാഫിയും സാക്ഷിയുമാകുമെന്ന് ഒരു റിപ്പോർട്ട്. വഫീ റിവായത്തി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ടുള്ള നിവേദനത്തിൽ ഖീലാനുഹു, മഹാനോട് അവരോട് പറയപ്പെടും. ആരോട്? ഈ ഹദീസ് മനഃപ്പാഠമാക്കിയവരോട്. ഉദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്താ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നീ പ്രവേശിച്ചോ എന്ന് പറയും. വഫീ റിവായത്തി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയുടെ റിപ്പോർട്ടിൽ കുത്തിബ ഫീ സുംറത്തിൽ ഉലമാഇ വ ഹുശ്റ ഫീ സുംറത്തി ശുഹദാ എന്നും കാണാം. ഉലമാക്കളുടെ കൂട്ടത്തിലായിട്ടും ഷാഹിദീങ്ങളുടെ കൂട്ടത്തിലായിട്ടും അവനെ യാത്രയാക്കപ്പെടുകയും എഴുതി വെക്കപ്പെടുകയും ചെയ്യും എന്ന്. ഇങ്ങനെ പല വിവിധങ്ങളായ രീതിയിലുള്ള പല ഇനങ്ങളിലായിക്കൊണ്ടാണ് അധിക വഴികളിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുമുള്ളത്. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയാം? വത്തവക്കൽ ഹുഫാളു അലാ അന്നഹു ഹദീസുൻ ദഈഫുൻ വ ഇൻ കസറതു തുർഖുഹു. ഈ ഹദീസ് ഒരുപാട് വഴികളിലൂടെ വന്നെങ്കിലും ഈ ഹദീസ് ദഈഫാണെന്നുള്ളതാണ് ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഹുഫാദികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് ദഈഫായ ഹദീസാണ്, തർക്കമൊന്നുമില്ല. ഇനി ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് നോക്കുക. അമ്മാ ബഅദു, ഇവിടെ അമ്മാ ബഅദു മുസ്തനിഫ് കൊടുത്ത അമ്മാ ബഅദു അത് കലിമത്തുൻ യുഅ്താ ബിഹാറിൽ ഇന്തിഖാലി മിൻ ഉസൂലുബിൻ ഇലാ ആഖറ. ഒരു കാര്യത്തിൽ നിന്ന് ഒരു റൂട്ടിൽ നിന്ന് മറ്റൊരു റൂട്ടിലേക്ക് നീങ്ങുമ്പോൾ അതിനുപയോഗിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന പദമാണ് അമ്മാ ബഅദു. എന്നാൽ ഈ പദം കൊണ്ടുവന്നു ആതാബിഹ തഹ്സീസൻ ബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് പിന്തുടർന്നുകൊണ്ടാണ് മുസന്നിഫ് അവറുകൾ അമ്മാ ബഅദു എന്ന ഈ കിതാബിൽ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താലും അതിലൊക്കെ ഒരു സുന്നത്തിന്റെ ഒരു അടിസ്ഥാനം കാണും. ഫഇന്നഹു കാന യഅതി ബിഹാ ബി ഖുതബിഹി വ നഅബിഹാ, മഹാനായ നബി തങ്ങളുടെ ഖുതുബകളിലും അത് അല്ലാത്ത പല കാര്യങ്ങളിലൊക്കെ നബി തങ്ങൾ അമ്മാ ബഅദു കൊണ്ടുവരാറുണ്ട്. കമാ സ്വഹ്ഹാൻഹു, അങ്ങനെ നബിനെ തൊട്ട് സഹിയായി വന്നതുപോലെ. മാത്രമല്ല ബർ റവാഹു അൻഹു 32 സ്വഹാബിയൻ
അമ്മാ ബഅദു എന്ന് നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത് 32 സ്വഹാബാക്കൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതാരാ തുടങ്ങിയത്? ആദ്യമായിട്ട് നബിയാണോ? അല്ല. വൽ മുബ്തദിഉ ബിഹാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബിയാണ് അമ്മാ ബഅദു എന്ന് തുടങ്ങിയത്. ഫഹിയ, അപ്പോൾ ഈ അമ്മാ ബഅദു എന്നുള്ളത് ഫസ്ലുൽ ഖിതാബി അല്ലദി ഊതീഹി, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതായിരിക്കുന്ന ഫസ്ലുൽ ഖിതാബാണ് അമ്മാ ബഅദു. എങ്ങനെ ഫസ്ലുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ അന്നഹാ തഫ്സിലു ബൈനൽ മുഖദ്ദിമാതി വൽ മഖാസിദി വൽ ഖുതുബി വൽ മവാഇദ്, വഅദുകള്, പ്രസംഗങ്ങള്, ഉപദേശങ്ങള്, ഉദ്ദേശങ്ങള്, മുന്നോടികൾ, മുഖവുരകൾ, ഇവകൾക്കിടയിലൊക്കെ വിട്ടുപിരിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ഏത്? അമ്മാ ബഅദു. അപ്പൊ ആ അമ്മാ ബഅദു ഫസ്ലുൽ ഖിതാബായിട്ട് വരും. ദാവൂദ് നബി അലൈഹിസ്സലാമാണ് തുടങ്ങിയത് വരുമ്പോ. അല്ലെങ്കിൽ ഖസ്സാണ് തുടങ്ങിയത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കഅബ് ബിൻ ലുഅയ്യ മൂപ്പരാ തുടങ്ങിയത് പറയുന്നു. അല്ലെങ്കിൽ യഅറബ് ബിൻ ഖഹ്താൻ, അല്ലെങ്കിൽ സഹ്ബാൻ ബിൻ വാഇദ്, ഇവരൊക്കെയാണ് ഈ അമ്മാ ബഅദു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അലൈക, അങ്ങനെ വരുമ്പോ ഫസ്ലുൽ ഖിതാബി, അബ് ഫസ്ലുൽ ഖിതാബ് അല്ലദി, എങ്ങനത്തെ ഫസ്ലുൽ ഖിതാബ്? ഊതീഹി ദാവൂദ, ദാവൂദ് നബി, ഊതീഹി ദാവൂദ് നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? അത് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നൽകപ്പെട്ടതായിരിക്കുന്ന ഫസ്ലുൽ ഖിതാബ് എന്തായിരിക്കും? അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, ആരാണോ വാദിക്കുന്നെങ്കിൽ വാദിക്കുന്ന ആൾക്ക് എതിരിലുള്ള തെളിവാണിത്. വൽ യമീനു അലാ മൻ അൻകറ, നിഷേധിക്കുന്ന ആളുകൾക്ക് സത്യമായിട്ട് വരും അങ്ങനെയാണെങ്കിൽ. ഇനി വഫീ ദാലിക ലുഗാത്തുൻ, ഈ അമ്മാ ബഅദു എന്ന് പറയുന്ന വഫീ ദാലിക ലുഗാത്തുൻ, അമ്മാ ബഅദു എന്നതിന്റെ ദാലിൽ ഒരുപാട് ഭാഷകൾ പറയാനുണ്ട്. ലൈസ ഹാദാ മഹല്ല ബസ്തിക, ആ കിതാബിന്റെ ആ വിശദീകരണം ഇവിടെ പരത്തി പറയേണ്ട സ്ഥാനം അല്ലാത്തത് കൊണ്ട് മാറ്റിവെച്ചു. അപ്പൊ നഹ്വിന്റെ കിതാബ് പരത്തിക്കോളി എന്നർത്ഥം. വലി കൗനി അമ്മ നായിബത്തൻ അൻ ഇസ്മി ഷർത്തിൻ, ഷർത്തിന്റെ മാന ഉൾപ്പെടുത്തിയ ഒരു ഇസ്മാണ് അമ്മ. അങ്ങനെ അമ്മയായതുകൊണ്ട് മഹ്മ, ഏതാണ് ഷർത്ത്? ഹുവ മഹ്മ എന്നുള്ളതാണ്. ആ മഹ്മക്ക് പകരമാണ് അമ്മ വന്നത്. അപ്പൊ എന്തേലും ഷർത്തിന്റെ ജവാബിൽ ഫാന് കൊടുക്കേണ്ടി വരും. ഉജീബത്ത് ബിൽ ഫായി, ഇത് അപ്പൊ എന്തായി? അപ്പൊ അമ്മ ഇവിടെ ജവാബിൽ ഫാന് കൊടുക്കുക നിർബന്ധമാക്കപ്പെട്ടു. കാരണം ഇത് തഖ്ദീർ, അവിടെ തഖ്ദീർ എങ്ങനെ ഉണ്ടാകുക? അമ്മാ ബഅദു എന്നതിന് മഹ്മാ യകും മിൻ ഷൈഇൻ ബഅദി, മഹ്മാ യകും മിൻ ഷൈഇൻ ബഅദ മാ തഖദ്ദമ മിനൽ ഹംദി വത്തശഹുദി വസ്സലാത്തി വസ്സലാം, സലാത്ത് സലാം തശഹുദ് ഹംദ്, ഇതാണ് മുമ്പ് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വല്ല വസ്തു ഉണ്ടാവുകയാണെങ്കിൽ, അതാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാർ. അമ്മ എന്നുള്ളത് മഹ്മാ യകും മിൻ ഷൈഇൻ ബഅദുവിനെ തൊട്ട് പകരം വന്നത്, അതാണ് ഈ പറഞ്ഞത്. പിന്നെ ഫഖദ് റവൈന എന്നുള്ളിടത്ത് നൂൻ കൊടുത്തുകൊണ്ടാ റവൈന എന്ന് പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ കൊടുത്തതിൽ? ഇദ്ഹാർ നിയമത്തി തലബുസി, ഒരു ബന്ധപ്പെടുക എന്ന നിയമത്തെ ഒഴിവാക്കാൻ വേണ്ടി. എന്തിനുള്ള ബന്ധം? ബിൽ ഇൽമി, അറിവിനോട്. എങ്ങനത്തെ അറിവ്? അൽ മുതഅക്കിദി തഅലീമു അഹ്ലിഹി, ഇൽമുള്ള ആളുകളെ ആദരിക്കാൻ ശക്തമായി വരുന്ന രീതിയിലുള്ള ഇൽമുമായുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം നിഅമത്താണ്. ആ നിഅമത്തിനെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് വഖദ് റവൈന എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇംതിസാൽ ഖൗലിഹി തആല, ഇങ്ങനെ നിഅമത്തിനെ പ്രകടമാക്കി പറയണമെന്ന് തെളിവെന്താന്ന് ചോദിച്ചാൽ അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നബിയെ അങ്ങേക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്യപ്പെടുത്താന്നല്ലേ. അപ്പൊ ആ നിഅമത്തിനെ പ്രകടമാക്കുക, നിഅമത്ത് തന്നെ നന്ദി രേഖപ്പെടുത്തുകയല്ലേ, അതിനു വേണ്ടിയാണ്. മഅൽ അംരി മിനൽ ഇജാബി വനഹ്വിഹി, അവിടെ അങ്ങനെ പരസ്യമായി നിഅമത്ത് എടുത്ത് പറയുമ്പോൾ ഉൾനടിനമോ ലോകമാന്യത പോലത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ വിശ്വാസത്തോടുകൂടി പറ്റൂ. വഇല്ലാ കാന മദ്മുമൻ, ഇത് പരസ്യപ്പെടുത്തി പറയുമ്പോൾ ഇങ്ങനെയുള്ള ദുരുദ്ദേശം മനസ്സിൽ വന്നാൽ ആ വെളിപ്പെടുത്തൽ കുറ്റകരമായി മാറും, അത് മോശമാണ്. വായുധൻ വീണ്ടും പറയട്ടെ, ഖുർആനായത്ത് മാത്രമല്ല, അറബികൾ കമാഫിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ തുഅക്കിദു ഫീൽ വാഹിദി ഫതജ്അലുഹു ബിലഫ്ദിൽ ജംഇ ലിയകൂന അസ്ബത വഔകദ. അറബികൾക്കൊരു സ്വഭാവമുണ്ട്, ഒരാളുടെ കർമ്മത്തന്നെ ശക്തിപ്പെടുത്തി പറയും. ഒരാൾ ചെയ്ത ആ പ്രവൃത്തിയെ ശക്തിതപ്പെടുത്തുമ്പോൾ, അതിനെ ശക്തമാക്കുമ്പോൾ ജമ്മിന്റെ വചനമായിട്ടാണ് കൊണ്ടുവരിക. ആ ഒരു രീതിയിൽ തന്നെയാണ് റബൈന എന്ന് നമ്മൾ കൊണ്ടുവന്നത്. ആ എന്തിനാ? ഏറ്റവും ജമ്മിന്റെ പദമായിട്ട് അങ്ങനെ കൊണ്ടുവരിക, മനസ്സിലുറക്കാനും ശക്തി കിട്ടാനും അങ്ങനെയാണ്. അതുകൊണ്ടാണ്
ഇനി റവൈന എന്നുള്ളടത്ത് റവ എന്നുള്ള ഫീല് അവലി റവ തസ്ബീഫിൽ വാവിന് സദ്ദൊന്നുമില്ല. എന്തെല്ലാക്കത്തിരി അധിക ആൾക്കാരും പറയുക വാവിന് സദ്ദില്ലാതെ രണ്ടിന് 10 എടുത്തുകൊണ്ട് റവ എന്ന് പറയാനാണ്. അത് എന്തിൽ നിന്ന് പോകുന്നതാണ്? മീൻ റവ, റവയിൽ നിന്ന് പോകുന്നതാണ് റവയാ. റവയാ. ഈ റവ എന്നത് എപ്പോഴാണ് അർത്ഥം മാറുക? ഇതാ നൊക്കില അൻ വൈരി, മറ്റുള്ളൊരാളെ തൊട്ട് ഉദ്ധരിക്കുമ്പോൾ. ഇതാ നക്കല അൻ വൈ, ഇവൻ മറ്റൊരാളെ തൊട്ട് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ ഒരു റവയുണ്ട്. ആ റവയിൽ നിന്നാണ് ഈ റവയില എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാല ജംഉൻ, ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നു അൽ അജ്വദു, ഏറ്റവും മുന്തിയത് ലമ്മുറായി കസിറിൽ വാവി മുസദ്ദതൻ, വാവിന് സദ്ദു കൊടുത്ത് കസിർ ഇത് റാവിന് ലമ്മില്ല. അപ്പൊ റുവീന എന്ന് പറയലാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഐ റവ്വത്തിലന മശായിഖുന, നമ്മുടെ മശായിഖന്മാർ നമുക്ക് റവ്വത്ത് നടത്തി തന്നു. റവ്വത്ത യുറവ്വിതു തെർവീത്ത്, അപ്പൊ തെർവീത്താക്കി തന്നു എന്ന് പറഞ്ഞാൽ ഐ നഖലുലന വസമഅന എന്നതിന്റെ അർത്ഥം. കുരുമഹത്തുക്കൾ നമ്മൾക്ക് ഉദ്ധരിച്ചു തന്ന ഇൽമുകൾ അത് നമ്മൾ കേട്ടു എന്നതുപോലെ എന്തായി റുവീന, നമ്മൾക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അൻ അലി ബിൻ അബി താലിബ് വ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് വ മുആദ് ബിൻ ജബൽ വ അബി ദർദാ വ ഇബ്നു ഉമർ ഇബ്ൻ അബ്ബാസ് വ അനസ് ബിൻ മാലിക് വ അബി ഹുറൈറ വ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇവിടെ കബിൽ മുഹമ്മനത്ത് കൊണ്ടാണ്, പുള്ളില്ലാത്ത അക്ഷരം കൊണ്ട് വായിക്കണം. വയുറുവ, വീണ്ടും ഇതാ നിവേദനം ചെയ്യപ്പെടുന്നുണ്ട്. കമാ ഖാലുൽ മുൻദിറു വ ഗൈറുഹു, മുൻദിറും അല്ലാത്തവരും പറഞ്ഞതുപോലെ അൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വഅബി ഉമാമ വജാബിർ ബിൻ സമറത്ത വനുബൈറത്ത വസൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, ഇവരെ തൊട്ടൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മിൻ തുറഖിൻ കസീറാത്തിൻ, അധിക വഴികളിലൂടെ, റിവായാത്തിൻ മുതനവ്വിആത്തിൻ, പല ഇനങ്ങളുള്ള റിപ്പോർട്ടുകളെ കൊണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹഫിള എന്ന് പറഞ്ഞോടത്ത് പറയാനുള്ളത് ഐ നഖല, അവൻ ഉദ്ധരിച്ചാൽ. അപ്പൊ അതിന്റെ അർത്ഥം മനപ്പാടമാക്ക എന്നല്ല, ഉദ്ധരിച്ചു കൊടുക്കുക. ഉദ്ധരിക്കപ്പെടുന്ന പദത്തിന്റെ അർത്ഥമോ പദം മനപ്പാടമാക്കലോ ഇല്ലെങ്കിലും, ആ അർത്ഥം അറിഞ്ഞിട്ടില്ല എങ്കിലും മനപ്പാടമാക്കിയിട്ടില്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇത് ഉദ്ധരിച്ചു കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും ഉദ്ധരിച്ചു കൊടുത്താൽ, അപ്പൊ എന്റെ സമുദായത്തിന്റെ മേൽ ഉദ്ധരിച്ചു കൊടുത്താൽ 40 ഹദീസ് ഉദ്ധരിച്ചു കൊടുത്താൽ എന്നായി. കാരണം എന്താ അങ്ങനെ അർത്ഥം വെക്കുന്നു? ഇത് ബിഹി യഹ്സുൽ ഇന്തിഫാഉൽ മുസ്ലിമീന, യഹ്സുൽ ഇന്തിഫാഉൽ മുസ്ലിമീന, ഇങ്ങനെ ഉദ്ധരിച്ചു കൊടുക്കുമ്പോഴല്ലേ മുസ്ലിങ്ങൾക്ക് ഉപകാരം കിട്ടുകയുള്ളൂ. അതാണ് ബിഖിലാഫി ഹിഫ്ളി മാലം യുങ്കൽ ഇലൈഹിം, ജനങ്ങളിലേക്ക് ഉദ്ധരിക്കപ്പെടാതെ ഒരു കാര്യം മനപ്പാടമാക്കി ഒറ്റക്ക് വെച്ചാൽ അതിനെതിരായിട്ട് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരൊറ്റക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഖാലുൽ മുസന്നിഫു റഹിമഹുല്ലാഹ്, മുസന്നിഫു റഹിമഹുല്ലാഹു തആല അങ്ങനെയാണ് പറയുന്നത്. നഖല അലാ ഉമ്മത്തി 40 ഹദീസം മിൻ അംരി ദീനിഹ എന്ന് പറഞ്ഞാൽ മിന്നെ തബീഇയ്യത്താണ്, അംറിന്റെ അർത്ഥം ഷൈനാണ്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ കാര്യത്തിന്റെ അല്പത്തിൽ നിന്നായി. ബഅസഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി ബി സുംറത്തിൽ ഫുഖഹാഇ വൽ ഉലമാ. ഈ ഹദീസിനെ പറ്റി ഇവിടെ വ്യാഖ്യാനം കൊടുത്തപ്പോൾ ഹഫിള എന്നുള്ളടത്ത് നഖലാന്ന് കൊടുത്തു. എന്നാൽ വഅ്തിറുള്ള തഫ്സീറുഹു അൽ ഹിഫ്ള് ബിമാ ദുക്കിറ, മുസന്നിഫ് അവറുകൾ ഹിഫ്ളിന് പറയപ്പെട്ടത് കൊണ്ടുള്ള വ്യാഖ്യാനം നൽകിയപ്പോൾ ആ വ്യാഖ്യാനത്തെ ഇവിടെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. നഖൽ എന്നല്ല. എന്താ കാരണം? ഈ അന്നൽ ബഅസ, നിശ്ചയമായിട്ടും യാത്ര അയക്കല്, ഫീ സുംറത്തിൽ ഫുഖഹാഇ വൽ ഉലമായി, പണ്ഡിതന്മാര് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിലൊക്കെ ഇയാൾ യാത്ര അയക്കും എന്ന് പറഞ്ഞാൽ യസ്തദഈഫുൽ മആനി, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, മനപ്പാടമാക്കണം എന്ന് തേടുന്നുണ്ടല്ലോ. കാരണം ഇതിലാ യുസമ്മ ഫഖീഹൻ ആലിമൻ ഇല്ലാ ബിഹി, ആശയങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ ഫഖീഹും ആലിമും ആവുകയുള്ളൂ. അപ്പൊ കുറേ ലഫ്ള് പറഞ്ഞിട്ട് കാര്യമല്ല, അതിന്റെ അർത്ഥം അറിയണം. അതറിയാത്തതിനെ കുറിച്ച് എന്ത് പറയാനാ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അങ്ങനെ ഇത്രാന്ന് പറഞ്ഞെങ്കിലും വഖദ് യുജാബുഹു, മുസന്നിഫിന്റെ ഭാഗത്തുനിന്ന് ഷാരി കൊടുക്കുന്ന മറുപടി കൊടുക്കാം. ബി അന്ന ബഅദൽ ഹാഫിദ് മി സുംറതിഹിം, ഫുഖഹാക്കളുടെയും ഉലമാക്കളുടെയും കൂട്ടത്തിലായി ഹാഫിദിനെ യാത്രയാക്കും എന്ന് പറഞ്ഞാൽ ലാ യസ്തദിഇ, അത് തേടുന്നില്ല, അന്നഹു മുസാവിൽ ലഹും, ഈ പറയുന്ന ഫഖീഹിനോടും ആലിമിനോടും ഈ ഹാഫിദ് സമമാണ് എന്ന് തേടുന്നില്ല. ബൽ യക്ഫി അന്നഹു മൻസൂബുൻ ഇലൈഹി നിസ്ബതമ്മ,
എന്തെങ്കിലും ഒരു വിധേനെ അവരിലേക്ക് ചേർക്കപ്പെടാൻ പറ്റുന്ന ഒന്നുണ്ടായാൽ മതി എന്ന് പറയാം. അലാ തറ എനിക്ക് കണ്ടുകൂടെ ഒരു ഉദാഹരണം. അന്നൽ മർആ യുഹ്ശറു മഅമൻ അഹബ്ബ, ഒരു മനുഷ്യനെ അവൻ ഇഷ്ടപ്പെടുന്ന ആരെയാണോ ആ ഇഷ്ടപ്പെടുന്ന ആളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും. വഇല്ലം യഅമൽ ബി അമലിഹിം, അവരുടെ അമലൊന്നും ഇയാൾ ചെയ്തിട്ടില്ല, എന്നിരുന്നാലും ഇവൻ പ്രവാചകന്മാരെയും അമ്പിയാക്കളെയും ഉലമാക്കളെയും സ്വാലിഹികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇയാളെ യാത്ര അയക്കുകയും ചെയ്യും. ഇയാൾ വല്ല അമലും ചെയ്തിക്കണോ? ഇല്ലല്ലോ. അപ്പൊ വലാ ശക്ക, സംശയമില്ലല്ലോ, അന്നന്നാക്കൾ മദ്കൂറ ഇവിടെ പറയപ്പെട്ട ഉദ്ധരിക്കുന്നത് മൻസൂബ് നിലയും അത് അവരിലേക്ക് ചേർക്കപ്പെട്ട് തന്നെയാണ്. കദാലിക, അതേ പ്രകാരം തന്നെ ബഹുശ്രമഹും, ഇവരോടുകൂടെ ഇവനെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്ന്. വലാ യഅ്തരിദു അലൈ അല്ലെങ്കിൽ വലാ യുഅ്തറദു അലൈ അയ്ളൻ ബി തഫ്സീർ ബുഖാരി അസ്വാഹ. ബുഖാരി ഇമാം അസ്വാഹ എന്ന് പറയുന്നതിന് തഫ്സീർ ചെയ്തിട്ടുണ്ട്. ആ ഒരു തഫ്സീർ എടുത്തുകൊണ്ട് മുസ്ലിം ഇവിടെ പറഞ്ഞതിന്റെ മേലെ ഇത്രാദ് ചെയ്യപ്പെടാൻ പറ്റുമോ? പറ്റില്ല. എവിടെയാണ് ഈ അസ്വാഹ എന്നുള്ളത്? ഫീ ഹദീസി ഇന്ന ഇല്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അല്ലാഹു തആലാക്ക് 99 നാമങ്ങളുണ്ട്, അത് ആരെങ്കിലും ഇഫ്ളാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന. ഈ പറഞ്ഞ അഹ്സാഹ എന്നതിന് ബുഖാരി ഇമാം കൊടുത്ത വ്യാഖ്യാനം ബിമൻ ഹഫിളഹ മുസ്തളിഹറൻ എന്നാ കൊടുത്തത്. ഹദീസിനെ മനഃപ്പാടമാക്കി ഈ പേരുകളെ വെളിവാക്കുന്നതായ നിലയിൽ എന്തായി മനഃപ്പാടമാക്കി അവിടെ കൊടുത്തത്. അപ്പൊ ആ വ്യാഖ്യാനം വെച്ചിട്ട് ഇവിടെ കുഴപ്പമുണ്ടോല? ഇല്ല. കാരണം ഈ അന്നൽ മദാറ സമ്മ 99 പേരിനെ പറ്റി പറഞ്ഞിട്ടുള്ള അടിസ്ഥാനമായ തബറുക്ക് ബി ദിക്രി, ആ പേരുകൾ പറഞ്ഞുകൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളതും അബ്ദുബിലഫുദി, അതേ ലഫുദുകളെ കൊണ്ട് ഇബാദ് ചെയ്യുക എന്നുള്ളതുമാണ് ഉള്ളത് അവിടെ. വലായത്തിമുദാലിക്ക ഇല്ലാബി യഫുദിയാൻ ബഹിൽ ഖൽബ്, അത് ഹൃദയത്തിൽ ശരിക്കും നല്ലോണം മനഃപ്പാടമാക്കിയിട്ടല്ലാതെ അക്കാര്യം നേടാൻ കഴിയൂല. എന്നാൽ മദാറുകുന അലാ നഫ്സിൽ മുസ്ലിമീന, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നിടത്തുള്ള നമ്മുടെ അടിസ്ഥാനം മുസ്ലിങ്ങൾക്ക് ഉപകാരം കിട്ടുക എന്നതിന്റെ മേലാണ്. ബഹുവലായ അസുറി ഇല്ലാ ബിൻ നഖ്ലി, അത് ഉദ്ധരിച്ചു കൊടുക്കരുത് കണ്ടല്ലാതെ ഉപകാരം കിട്ടൂലല്ലോ. ഈ ഖിലാബി മുജറദിൽ മിൻ ഗൈരി നഖ്ലിൻ, ഉദ്ധരണി ഒന്നുമില്ലാതെ വെറും ഇഫ്ളാക്കുക എന്നതിന് നേരെ എതിരായിട്ട്. കാരണം വൈനോലാ നഫ്അലഹും ബി, അതുകൊണ്ടൊന്നും അവർക്ക് ഉപകാരമില്ല. ഫലം യശ്മൽഹുൽ ഹദീസു, ഹദീസ് എന്താവല അവനെ ഉൾപ്പെടുത്തുന്നുമില്ല. അപ്പൊ വലാ യശ്മൽഹുൽ ഹദീസ്, ഹദീസ് പറഞ്ഞ കാര്യം ഉൾപ്പെടുത്തുന്നുമില്ല. എന്താ കാരണം? ഇതിൽ മുഖററു അന്നഹു യജൂസു അൻ യസ്തംബിത മിൻ നസ്സി മഅനൻ യഖസ്സിസുഹു, അദ്ദേഹത്തെ പ്രത്യേകമാക്കാൻ പറ്റുന്ന ഒരു അർത്ഥത്തെ ആ നസ്സിൽ നിന്നാക്കി ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹദീസ് അതിൽ ഉൾപ്പെടുത്താത്തത്. എന്തോടുകൂടെ അല അന്ന അസ്ൽ ഹിഫ്ളി ലബ്തു ശൈഇ വമൻഉ മിനൽ നിയാ, ഹിഫ്ളിന്റെ അടിസ്ഥാനം എന്താ? ഒരു വസ്തുവിനെ വേണ്ടതുപോലെ ക്രമീകരിച്ച് റെഡിയാക്കട വെക്കുക, അത് നഷ്ടപ്പെട്ടു പോകാനെ തടയും ചെയ്യുക. ഇതാണ് ഹിഫ്ളിന്റെ അസ്ല്. എന്നിരിക്കെ അതിൽ തന്നെ പ്രത്യേകമാക്കാൻ പറ്റുന്ന ഒരു ആശയത്തെ തെരഞ്ഞെടുക്കാനും ഗവേഷണം ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് നക്കലില്ലാതെ വെറും ഒരു ലഫ്ളിന്റെ പദം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. ഫമൻ അഫിദൽ അർബഈന ഫീ കിതാബിഹി സുമ്മ നഖലഹ ഇലൈഹിം, ഇനി തന്റെ കിതാബിലായിട്ട് 40 ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടുവന്നു, മനഃപ്പാടമാക്കി കിതാബിൽ വെച്ചിട്ട് അതെടുത്തിട്ട് എന്തായി മറ്റുള്ളവർക്ക് നക്കൽ ചെയ്തു കൊടുത്തു. എന്നാലോ ദഖല ഫീ ദാലിക്കൽ വഅദി, ഈ പറഞ്ഞ വാഗ്ദാനത്തിൽ ഇയാളും പ്രവേശിക്കും. വഇല്ല യഹ്ഫദുഹ അല്ലാഹുൽ ഖൽബ്, അയാൾ മനഃപ്പാടമാക്കിയിട്ടില്ലെങ്കിലും യമൻ അഫിള ബി ഖൽബി വലൻ യൻഖുൽഹ, ഈ പറയുന്നതിനൊക്കെ മനഃപ്പാടമാക്കി വെച്ചു ഹദീസ്, പക്ഷെ മറ്റുള്ളവർക്ക് ഉദ്ധരിച്ചു കൊടുത്തില്ല. എന്നാലും യസ്മൽഹുൽ വഅദു, ഈ പറഞ്ഞ സ്വർഗപ്രവേശനം അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന സന്തോഷ വാർത്ത ഇവനെ ഉൾപ്പെടുത്തുവല്ല ഇല്ല. കീല പറയപ്പെട്ടിട്ടുണ്ട് വൈൻ കത്തബാബി 20 കിതാബൻ എന്ന്, 20 കിതാബുകളിലായിട്ടത് അവൻ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് ഉദ്ധരിക്കാതെ മനഃപ്പാടമാക്കിയാൽ ലഭിക്കുകയില്ല എന്ന് കീല. എന്നാ ഒഫീഖി നദർ, ഈ കീല ഒന്ന് ആലോചിക്കാറുണ്ട്. കാരണം അന്ന കിതാബത്ത നഖലുല്ലഹ, ഈ ഹദീസുകളാവട്ടെ ഇൽമുകളാവട്ടെ അത് എഴുതി വെക്കുക തന്നെ മറ്റുള്ളവരിലേക്ക് നീക്കം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ എങ്ങനെ അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. സുമ്മന കലഹ, പിന്നീട് അവൻ നക്കൽ ചെയ്താലോ അതെങ്ങനെയാണ്? ഇൻകാനം ഇതൊരു ഇസ്തിഖ്റാജിഹ, ആ ഹദീസിനെ പുറപ്പെടുവിക്കുക, തദ്ബീനി അവളെ ഏടാക്കി വെക്കുക എന്ന ത്വരീഖ് പ്രകാരമാണ് ഈ ഹദീസിനെ നക്കലെങ്കിൽ, ഏതുപോലെ കമാ ഫഅൽ ബുഖാരി വ മുസ്ലിം വമൻ ശാബഹുമാ, ബുഖാരി മുസ്ലിമോട് കൂടെയുള്ള മറ്റുള്ളവരൊക്കെ എന്താ പ്രവർത്തിച്ചതുപോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
കാന മുഖ്തദിയൻ ലിദുഖൂലി ഫായിലിഹി ഫീ ദാലിക്കൽ വഅദി സാബിഖ് ബിലാ തവഖുഫ്. മുമ്പ് പറഞ്ഞതായിരിക്കുന്ന സന്തോഷ വാഗ്ദാനത്തിൽ ഈ കാര്യം പ്രവർത്തിച്ചവരാരോ ആ പ്രവർത്തിച്ച ആളെ പ്രവേശിക്കലിനെ തേടുന്നതായി മാറി. ബിലാ തവഖുഫിന് അതിലാർക്കും ഒരു അഭിപ്രായം തവഖുഫൊന്നും പറയാനില്ല. വഇൻകാന ബിഅഖദിഫാ മിൻ ദവായിനി ഉലൈക, ഈ പറയപ്പെട്ട മഹാന്മാർ ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ ഇവർ പോലെയുള്ള മഹാന്മാരെ ഏടാക്കി വെച്ചതിൽ നിന്നാണ് ഈ ഹദീസ് എടുക്കുന്നതെങ്കിലോ അതുകൊണ്ടാണ് എങ്കിൽ കനഖൽ മുസന്നിഫ് ഹാദിഹിൽ അർബഈന മിൻഹാ പോലെ ആ കിതാബുകളിൽ നിന്നൊക്കെ 40 ഹദീസിന് മുസന്നിഫ് അവർ ഉദ്ധരിച്ചു തരികയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷ വാർത്തയിൽ ഈ പറയുന്ന ഫായില് പ്രവർത്തിച്ച ആളും പ്രവേശിക്കും എന്ന കാര്യത്തിൽ എന്താണ് ഉണ്ടായി. അങ്ങനെ ആവുക എന്നത് ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ട്. കാരണം ഇതിലം ഉമ്മത്തി, സമുദായത്തിന്റെ മേൽ ഈ ഹദീസ് ആരും മനഃപ്പാടമാക്കിയിട്ടില്ല. കിതാബ് അപ്പൊ ഇവിടെ ഹാഫിദ് ആരാണ്? സാഹിബുൽ കിതാബാണ്, ആ കിതാബിന്റെ മുസന്നിഫാണ്. എങ്ങനത്തെ മുസന്നിഫ്? മുദവ്വൻ, ഏടാക്കപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ടത് ആ കിതാബിന്റെ മുസന്നിഫ്. അൽ മഫ്റൂമിൻ, അതീനെന്താക്കപ്പെട്ടു ഫറാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലദീ, എങ്ങനത്തെ ഇസ്നാദിഹി, അതിന്റെ ഇസ്നാദ് അതിന് തഫ്രീജ് ചെയ്യുക എന്ന വിഷയത്തിൽ വളരെ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ കഠിനാധ്വാനം ചെയ്തായിരിക്കുന്ന രീതിയിൽ കിട്ടിയത് മഫ്റൂമായ കാര്യവും ഏടാക്കപ്പെട്ട കിതാബിന്റെ മുസന്നിഫാണ് അതിന്റെ ഹാഫിദ് എന്നുള്ളതും ഇനി മറക്കാൻ പറ്റുകയില്ലാതെ. അവൻ പ്രവേശിക്കും, ഇയാളും പ്രവേശിക്കും എന്ന കൈത് പ്രകാരം മുസ്നദ് ഉണ്ടാക്കിയ മുജ്തഹിദായിരിക്കുന്ന പണ്ഡിതൻ പ്രവേശിക്കും പോലെ പ്രവേശിക്കൂല എന്നായി. ആ ഏടുകളിൽ നിന്ന് ഹദീസ് തനിച്ച് കൊണ്ടുവന്നു, ആ കൂലിന് കിട്ടും. അങ്ങനെ അദ്ദേഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഉദ്ദേശത്തിന്റെ മേലെന്താണെന്നറിയാമോ? തഖരീബു തനാവുലിഹി, അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് അടുപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് ഉപയോഗിച്ചു എന്നൊരു അടുപ്പിക്കലുണ്ടാവും. ആരുടെ മേലെ? അലാമൻ അറാദുഹു, ആരാണ് ഇത് എത്തിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളെ മേലിത് അടുപ്പിച്ചു കൊടുക്കുക എന്നതിന്റെയും കൂലി കിട്ടും. ലാ അജ്രി ഇസ്നാദിൻ വജിത്തിഹാദിൻ, ഗവേഷണം ചെയ്ത് ഇസ്നാദ് ഉണ്ടാക്കി ഹദീസ് കൊണ്ടുവന്ന ആളെ കൂലിയല്ല കിട്ടുക. അപ്പൊ ആശിരുഹു, ആകെ ടോട്ടൽ പറയാറുള്ളത്